എല്ലാവരും നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഓ സൂപ്പർ. ചെയ്തില്ലേ വെറുതെ വിടുവോ? 1 2 3 4 5 6 എല്ലാവരും ശരിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുത്തി മാത്രം നീ ഇല്ലാത്തപ്പോ എല്ലാ ജിം മാസ്റ്റേഴ്സിനെയും കയ്യിലെടുത്തിട്ട് അമ്മാനാടുവാടാ. ഏയ് താരാ, ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്താ അങ്ങനെ ചെയ്യുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ബാക്കിയുള്ളവർക്കൊരു ഉദാഹരണമായിരിക്കണം. മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത്. മര്യാദയ്ക്ക് എക്സർസൈസ് ചെയ്യണം. ഓക്കേ അങ്കിൾ. ഞാൻ പോയതിനു ശേഷം സോറി. എന്താ പ്രശ്നമില്ലെന്ന് പറയാൻ വന്നതാ. ഓ റാസ്കൽ, കൈ നീട്ടിയപ്പോ നിന്റെ വായിലെന്തായിരുന്നു? പറഞ്ഞുകൂടായിരുന്നു പാല് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇഡിയറ്റ്. സാർ എന്താ? അപ്പൊ സാറ് മെല്ലെ തുടച്ചതോ? എന്റെ കയ്യിൽ പാലാവില്ലേ, അതുകൊണ്ടാ. അത് ശരി. ഡാ, ശരിക്ക് കിട്ടിയോ? അടുത്തത് അവൾക്കാ കിട്ടാൻ പോണത്. ഇതാരെന്നെ ഇടിച്ചത്? എരുമ പോലെ ഇടിയും കഴിഞ്ഞിട്ട് മിണ്ടാതെ പോകണം. പോറമ്പോ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഇവന് മനസ്സിലായി. അയ്യോ, അവന്റെ നോട്ടിന് ശരിയല്ല. കൽക്കട്ട ഇടി അങ്ങനെ ഇരിക്കുവോ ആവോ? അയ്യോ, രക്ഷപ്പെട്ടു. പുറമ്പോക്ക എന്ന് വെച്ചാ പുറം എന്ന് പറഞ്ഞാൽ ബാക്ക്, പോക്ക എന്ന് വെച്ചാൽ ലൂസ് മോഷൻ. യു ഹിറ്റ് മീ, അർജന്റ് ലൂസ് മോഷൻ. ചേട്ടാ, അങ്ങ് എവിടുന്നാ? വാട്ട് ദിസ് നോൺസെൻസ്? ചേട്ടാ, മലയാള പണ്ഡിത, കൽക്കട്ടയില് മലയാളികളെ കാണുന്നതേ ചുരുക്കം. അതും താങ്കളെ പോലൊരു പണ്ഡിതനെ കണ്ടത് വളരെ വലിയ കാര്യം. പുറമ്പോക്കെന്ന വാക്കിന് എത്ര വലിയ അർത്ഥം, എത്ര വ്യക്തതയോടെ. അയ്യോ, ഇത്ര വേഗം മനസ്സിലാക്കിയോ? അല്ല, നിങ്ങളും മലയാളിയാ? പിന്നെ ഇത്ര നേരം ഇംഗ്ലീഷാണ് സംസാരിച്ചത്? അതല്ല, ഞാൻ നിങ്ങളൊരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചു. പേടിച്ചു. ഇവിടെ ഉണ്ട്. മലയാളിയാണെന്ന് മനസ്സിലായി. ശരി, നിങ്ങളെന്താ ഇവിടെ? അതൊന്നും പറയണ്ട. എന്റെ അളിയ നാട്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു. അവൻ ഞാൻ വന്നളിയാ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് നിൽക്കുവാന്ന് പറഞ്ഞു. ആ ബ്രിഡ്ജിന്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചു. അതെന്താ ഔരാന്നാ ഹൗരാന്നോ ഏതാണ് അവൻ പറഞ്ഞു. ഹൗറ ബ്രിഡ്ജോ? ഹൗറ. അതവൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞു. ആദ്യം എവിടെയത്? എന്താ, കളിയാക്കലൊന്നും വേണ്ട. ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കുന്നത്? പിന്നെ ഹൗറ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ഹൗറ ബ്രിഡ്ജ് എവിടെയെന്ന് വെച്ചാ പിന്നെ ഞാനെന്താ വിചാരിക്കേണ്ടത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ദൈവമേ, നമ്മുടെ നാട്ടിൽ ഈ ഹൗറ ബ്രിഡ്ജ് കാണിച്ചു തന്നായിരുന്നല്ലേ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ അമ്പലം പടുത്ത് തന്നേനെ. അതിന് നാട്ടിലെവിടെ ഹൗറ ബ്രിഡ്ജ്? ഓ, അത് ശരിയാണല്ലോ. ഇനി പള്ളിനെ നോക്കാം, അതാ നല്ലത്. അളിയാ, നിങ്ങൾ വല്ല ടെൻഷൻ ആയിരിക്കുന്നു. വാ, ചായ കുടിക്കാൻ പോവാ. ദോ ചായ ദേ. അതെ, ഏയ് കാശ് ഞാൻ കൊടുക്കാം. മസാലപ്പാൽ ഓർഡർ ചെയ്തു. ഓ, അത് ശരി. ദോ ജിഗ്രിതെന്താ ദൂത്. ദൂത് എന്നാ പാല്, ജിഗ്രിതെന്താ ദൂത് എന്ന് പറഞ്ഞാൽ മസാല പാലെന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ. അതല്ലേ പറയാൻ പറ്റൂ. ഓ, ഇതാണോ അത്? ഇതെന്താ ഒറ്റ വലി കുടിച്ചാ? അതൊന്നുമില്ല, നല്ല രുചിയല്ലേ. വായി വെച്ച പഠിക്കട്ടെ. ശരി, എന്നാ ഒന്നുകൂടെ കൊടുക്ക്. വേണ്ട. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം പോലെ പറഞ്ഞു, ഞാൻ കുടിക്കാ. അതെ, നമ്മുടെ പേരെന്താ? ബാനർജി. അത് നമ്മുടെ നാട്ടിലെ പേരല്ലല്ലോ. കറക്റ്റ്. എന്റെ ഒറിജിനൽ പേര് കുട്ടൻ. അയ്യോ, സിനിമ ബാനർ കെട്ടുന്ന കാരണം ബാനര കുട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. അതെനിക്ക് അശേഷം ഇഷ്ടമല്ല. ഉടനെ എന്ത് ചെയ്തു? ശിവാജി, നെഹ്റുജി, നേതാജി എന്നൊക്കെ പറയില്ലേ, അതിന്നൊരു ജി എടുത്ത് ബാനറിന്റെ കൂടെ ചേർത്തു. അന്ന് മുതൽ ഇന്ന് വരെ ബാനർജി എന്ന എന്റെ പേര്. ഓഹോ, കൽക്കട്ടയില് ബാനർജി ഭയങ്കര ഫേമസാ. ഞാൻ വേൾഡ് മുഴുവൻ ഫേമസ്. ഏയ്, ഒന്നുകൂടി എടുക്കടാ. എന്താ ചേട്ടൻ ചോദിക്കുന്നേ? ഇനി മുതൽ ഞാനേ ചോദിക്കൂ. വൺ മോർ. ദൂത്, ജിഗിരി. നല്ലവണ്ണം കുടിച്ചല്ലേ? ഈ ജിഗിരി സൂപ്പർ. അതെയോ? ഒഴുകി പോകുമ്പോൾ അങ്ങനെയാ? ഇതെന്താ കട കൊണ്ടുപോകുന്നത്? അത് അവന്റെ കടയല്ലേ, കൊണ്ടുപോക്കോട്ടെ. ടാറ്റാ. ഇതെന്താ ഒരു ടാറ്റ കാണിക്കുന്നത്? ക്രിക്കറ്റ് മാച്ച് നടക്കും ചേട്ടാ. അളിയും വന്നില്ലേ? ഇപ്പൊ വരും. വരണം. വരുന്നേ. വരണം. എനിക്കെന്തോ കപ്പലിരിക്കുന്ന മാതിരി തോന്നുന്നു. ചുറ്റും വെള്ളമുള്ളത് പോലെ തോന്നുന്നുണ്ടോ? അതെ,
കുടിച്ചത് കൂടിപ്പോയി. അതെയോ? എന്നാ എനിക്കിത് വേണ്ട. എന്താ ഉടഞ്ഞ ശബ്ദം കേട്ടെ? അപ്പൊ തറയല്ല വീണ്. അല്ല, എനിക്ക് മാത്രം ഇവിടെ എന്താ കറങ്ങുന്ന പോലെ തോന്നുന്നേ. മനസ്സിൽ വിഷമമുണ്ടായി. അങ്ങനെ അത് ഉടനെ ആരോടെങ്കിലും പറയണം. എന്നാ ഞാൻ പറഞ്ഞേക്കാം. എന്നാ വാ. ഞാന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര കഷ്ടപ്പാടാ. ആ വീട്ടില് കുട്ടി മുതൽ കിളവ് വരെ എന്നെ പെടാപ്പാട് പെടുത്തും. അയ്യോ, ഒരു മനുഷ്യൻ രാവിലെ എത്ര മണിക്ക് ശാപ്പാട് കഴിക്കും? ഞാൻ 8 മണിക്ക് കഴിക്കും. ഞാൻ 12:30 കഴിക്കുന്ന അറിയാവോ? അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം 4:30. രാത്രി വെളുപ്പിനെയല്ലേ? അപ്പൊ ഉറക്കം അതാ ഇപ്പൊ നന്നായേ. മറ്റുള്ളവരുടെ കുറുക്കവും കോഴിയുടെ കൂലും ഒരേ കോറസ് പോലെയല്ലേ കേൾക്കുന്നത്. പിന്നെ എങ്ങനെയാ ഉറങ്ങുന്നത്? അത്രയ്ക്ക് പ്രശ്നമാണോ? അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും തല ചുറ്റുന്നത്. ഇപ്പോഴും നോക്ക്, നമ്മൾ രണ്ടാളും തറയല്ല നിൽക്കുന്നത്. പക്ഷെ ഇത്ര നേരം പടി കയറി പോകുന്ന പോലെ ഒരു ഫീലിംഗ്. അയ്യോ, കാലൊക്കെ വീങ്ങിയിരിക്കുന്നല്ലോ. ഇത്ര മാത്രം നിങ്ങളെ കഷ്ടപ്പെടുന്ന ആരാ? ആ ജഡ്ജി തന്നെ. നാട്ടിലായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇവിടെ ഒരു കുട്ടിപ്പട്ടാളിനെ കൊണ്ട് തന്നെ കഷ്ടപ്പെടുക. എനിക്ക് വരുന്ന ദേഷ്യത്തിലല്ലോ കൊല്ലി ഞാൻ. ആരെ? ആ ജഡ്ജിനെ തന്നെ. മെനഞ്ഞാന്ന് പോലും ഏതോ ഒരു അയാളെ ഉന്നം തെറ്റിച്ച് വെടിവെച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു. എന്താണെന്നറിയോ? എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലൊന്ന് എഴുതിയിട്ടുണ്ട്. അതാ. നിങ്ങൾക്ക് വെടിവെക്കാൻ അറിയാമോ? വേറൊരുകാരനാക്കി തോക്കെടുത്ത് വെടിവെക്കാറിയായിരിക്കും. തോക്ക് കിട്ടിയില്ലെങ്കിലാ? കത്തിയെടുത്ത് കുത്തി മത്സകളെ കത്തിയും കിട്ടിയില്ലെങ്കിലാ? ഒരല്ലെങ്കിൽ കഴിച്ച് കൊന്നുകളെ. അത് മതി വാ. എനിക്ക് കൈ ഇടങ്ങിയിട്ടില്ല. എന്തായത് ഇനിയും കൊന്നിട്ടില്ല. അതിന് മുമ്പ് കൂട്ടി കയറ്റിയോ? യുവർ ഓണർ. ബാനർ കേട്ടാ. വാ. വിടുബ്രേ. അല്ല, അളിയൻ വരുമോ? വരും, പക്ഷേ വരില്ല. എന്താ ഇത്? സിനിമ കൊട്ട ഇപ്പോഴല്ലേ കഷ്ടപ്പെട്ട് ക്യൂന്ന് ടിക്കറ്റ് വാങ്ങിയത്. അതിനുമ്പേ മറന്നുപോയാ? അതല്ലേ? ഇല്ല. അതെ. അത് നല്ല ആൾക്കൂട്ടം. വെളിയില് ഹൗസ് ഹോൾഡ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഉണ്ട്. അതെ. ആക്ഷൻ ഫിലിമാണോ കോമഡി ഫിലിമാണോ? കില്ലർ ഫിലിം. ഓ, ഇതെന്താ കില്ലർ ഫിലിം എന്ന് പറഞ്ഞിട്ട് കിങ് കോങ്ങിനെയാ കാണിക്കുന്നത്? നീയാടാ കുരങ്ങ്. എന്താ അവിടെ പറഞ്ഞല്ല ഇവിടെ ടി വി വരുന്നത്? ലൈവ് റിലേ കുറച്ച് ഡിലേ. എനിക്ക് കൊല്ലി ഞാൻ. അയ്യോ, വളരെ ക്രൂരമായിട്ട് സംസാരിച്ചല്ലോ. അതെ, ഒരു തമാശ പറഞ്ഞത് സിനിമയാക്കി 100 ദിവസം ഓടിക്കാനാ. അതെ, ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ലല്ലോ. നിങ്ങളെ മാത്രം സൂം ചെയ്ത് കറക്റ്റ് ആണല്ലോ. അവിടെ എന്താ നരസിംഹമാണ് ഓടുന്നത്? വിസിലടിച്ച് കൈകൊട്ടാൻ വേണ്ടി. ഇതെന്താ എഡിറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്? റീ റെക്കോർഡിംഗും ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ എപ്പോഴാ ചെയ്തേ? ഷൂട്ട് ചെയ്തപ്പോഴേ ചെയ്തു. എന്തിനാ ഇതൊക്കെ പോയി ഷൂട്ട് ചെയ്തത്? കൊല്ലാൻ വേണ്ടി. കൊല്ലാൻ വേണ്ടിയോ? ഇതാരാ? എഡിറ്ററാണോ? അല്ല, ഈ എപ്പിസോഡിന്റെ ഡയറക്ടർ. എന്താ ഇത്? ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കൊല്ലുന്ന കാര്യമാ പറയുന്നേ. ആരെയാ ബ്രദറെ കൊല്ലാൻ പോകുന്നേ? ജഡ്ജിനെ. ഏത് ജഡ്ജിനെ?